ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ആമസോൺ സെയിൽസും ഫ്ലിപ്കാർട്ട് സെയിലും നാളെ തുടങ്ങും. നിങ്ങൾ ഓൾറെഡി പ്രൈം മെമ്പറും പ്ലസ് മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തുടങ്ങുള്ളൂ എന്ന് വെച്ചാൽ ഓൾറെഡി ഇന്ന് നിങ്ങൾ പ്ലസ് മെമ്പറും പ്രൈം മെമ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഈ സെയിൽസിൽ തന്നെ 2 ഫോൺ വാങ്ങിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി 2 ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ലാപ്ടോപ്പ് ഞാൻ ഓൾറെഡി ലാപ്ടോപ്പ് 2 ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു മോട്ടോ ബുക്ക് എന്ന സാധനം. അപ്പോൾ ആസൂസിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ വാങ്ങിക്കാം. ആസൂസ് വാങ്ങിക്കാം, ലിനോവോ വാങ്ങിക്കാം, മോട്ടോ ബുക്ക് വാങ്ങിക്കാം, MSI വാങ്ങിക്കാം. ഈ ബ്രാൻഡുകളൊക്കെയാണ് ഞാൻ നമ്മളൊക്കെ റെക്കമെൻഡ് ചെയ്യുക. HP-യും ഡെല്ലൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. അവന്മാർ ചുമ്മാ പാർട്സ് വാങ്ങിച്ച് അസംബിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവന്മാർക്ക് വലിയ പിടിയൊന്നും ഇതിനെക്കുറിച്ച്. അതുപോലെ തന്നെ പാർട്സ് മറ്റവരുടെ പാർട്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പാർട്സ് അവൈലബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഓൾറെഡി എന്തെങ്കിലും ഒരു HP-യുടെ ഡെല്ലിൻ്റെ ഒരു ഹൈ എൻഡ് ടച്ച് സ്ക്രീനുള്ള ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. പുതിയ സാധനം ലേറ്റസ്റ്റ് ഒരു കൊല്ലമായിട്ടുള്ളൂ. കംപ്ലൈൻറ്റിൻ്റെ പൂരാണ്. അത് സർവീസ് സെൻ്റർമാരൊക്കെ അറിയില്ല, അവർക്ക് എന്താ സംഭവം അറിയില്ല. 2 വർഷം ഓൾറെഡി ഫ്രീ സർവീസായിട്ട് ഡിസ്പ്ലേ മാറ്റി, എന്നിട്ട് ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പോഴും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇടക്കിടയ്ക്ക്. അപ്പോൾ ഇതാണ് അവസ്ഥ. HP ഡെല്ലൊന്നും വാങ്ങിക്കാൻ പോകരുതിട്ടാ. അത്രയും പ്രൈസ് ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഓഫറിലൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ആ സാധനത്തിന് 2 ഒഴിവാക്കുക. ഏസറും വലിയ ഇതിനായിട്ടും ഭേദമാണ്, പക്ഷേ ഏസറിനും കംപ്ലയിൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അസൂസും ലിനോവയൊക്കെ മെയിൻ പാർട്സുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് അസൂസൊക്കെ മദർ ബോർഡും അതിൽ ഉള്ള സാധനങ്ങളൊക്കെ അവരെന്നെ പ്രൊസസ്സർ ഒഴിച്ച് ബാക്കിയെല്ലാ സാധനങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് ഈ സർവീസ് ആയിക്കോട്ടെ ഇതുപോലെ ഇഷ്യൂസ് എങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക അത് ഇഷ്യൂ സോൾവ് ചെയ്യാനൊക്കെ ഇവർക്ക് കുറച്ചുകൂടി ബെറ്റർ, പ്രത്യേകിച്ച് ഇവരുടെ സർവീസ് സെൻ്ററൊക്കെ ബെറ്റർ അറിവുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പാർട്സ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം. പിന്നെ മോട്ടോ ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ലിനോവ തന്നെയാണ്. ലിനോവയുടെ ബ്രാൻഡാണ് മോട്ടോറോള. അപ്പോൾ അതിനുള്ള പാർട്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അൺബോക്സിങ്ങളൊക്കെ ചെയ്യാൻ അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ 75% പാർട്സുകളും ലിനോവ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും പാർട്സ് അവൈലബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, സർവീസ് ഇഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് നല്ല ഡീലിൽ മോട്ടോറോള പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട്. 10,000 രൂപയ്ക്കാണ് നമുക്ക് ആക്സിസ് ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുക. അപ്പോൾ പറയാൻ വന്നത് നിങ്ങൾ ഈ സെയിൽസിൽ ഇത്രയും ഇന്നത്തോടു കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ ICICI ആയിക്കോട്ടെ നമുക്ക് ഡിജിറ്റൽ കാർഡ് കിട്ടും. അപ്പോൾ കാർഡ് നമ്പർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആമസോണിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. ആ ഇഷ്യൂസ് ഒന്നുമില്ല. SBI മാത്രമാണ് കുറച്ച് ഇഷ്യൂ ഉള്ളത്. നിങ്ങൾക്ക് ആമസോണിൽ ഓർഡർ ചെയ്യണമെങ്കിൽ SBI കാർഡ് വേണം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ സെയിൽസിൽ ആവശ്യമുള്ള കാർഡുകളുടെ നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരും അത്രയും ദിവസമായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് SBIയുടെ നോർമൽ കാർഡുകൾ. ഇത് കോബ്രയുടെ കാർഡുകളൊന്നും പറ്റില്ല, സാധാ കാർഡുകളോ പറ്റുള്ളൂ. SBIയുടെ സിമ്പിൾ ക്ലിക്ക്, സിംപ്ലി സേവ്, SBIയുടെ ക്യാഷ് ബാക്ക് കാർഡൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് ഇടത്തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 2 എൻട്രി ലെവൽ കാർഡാണ്. 2 ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്ന സാധനമാണ് ഉണ്ടാകുക. പിന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ICICI കാർഡ് വേണം, ആക്സിസ് കാർഡ് വേണം. ഇത് ഏതെങ്കിലും വേണം. അപ്പോൾ ICICIയുടെ കാർഡ് എന്ന് പറയുമ്പോൾ ആമസോൺ ICICI കാർഡിനായിട്ട് കാര്യമില്ല. അതുണ്ടായെങ്കിലും നിങ്ങൾക്ക് ബെറ്ററാണ്. ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന ഫുൾ ഡിസ്കൗണ്ട് കിട്ടില്ല. അപ്പോൾ ICICI ബാങ്കിൻ്റെ കോറൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ നോർമൽ കാർഡ് ഉണ്ടല്ലോ അവരുടെ. ഇപ്പോൾ പ്രീമിയം കാർഡായാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ബേസിക് കാർഡുകളുടെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കോറൽ കാർഡ് ആയിക്കോട്ടെ അതിനൊക്കെ എന്താ പറയുക ആനുവൽ ചാർജും ജോയിൻ ചാർജും 500 രൂപ പ്ലസ് GST തന്നെയാണ്. പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയോയുടെ കാർഡ്, എയ്സ് കാർഡ് അങ്ങനത്തെ ബേസിക് കാർഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഓഫർ കിട്ടും. ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡിനായാലും മതി, പക്ഷേ എല്ലാ ഓഫറും ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൻ്റെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോർമൽ കാർഡ് പറയാൻ കാരണം. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ അല്ല ആക്സിസ് ബാങ്കിൻ്റെയും HDFC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ വെബ്സൈറ്റിൽ കൂടെ ഒക്കെ വാങ്ങിക്കാൻ പറ്റും ഓഫറിൽ. ആക്സിസ് ഇപ്പോൾ ഐഫോണിൻ്റെ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓഫറിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ സെപ്പറേറ്റ് വേറെ ഇട്ടിട്ടുള്ളതാണ് ഫ്ലിപ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെ ഒക്കെ. കാണത്തോട് പോയി കണ്ടു കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കാർഡുകൾ എന്ന് പറയുന്നത് ആക്സിസിന് എന്തായാലും വേണം, ICICI കാർഡ് എന്തായാലും വേണം, SBIയുടെ കാർഡിൻ്റെ എന്തായാലും ഈ 3 കാർഡ് എന്തായാലും നിർബന്ധമായിട്ട് വേണം. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിൽ എടുക്കാവുന്ന കാർഡുകളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, EMI പ്രൊഡക്ട്സ് വാങ്ങിച്ചാൽ മതി എന്ന് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് കോട്ടക്കിൻ്റെ കാർഡ്, HDFCയുടെ കാർഡ്, പിന്നെ ഏതാ യെസ് ബാങ്കിൻ്റെ കാർഡ്. ഈ 3 കാർഡും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അപ്രൂവൽ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ പണ്ടത്തെ പോലെ പെട്ടെന്നൊന്നും ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ റെഫറലിന് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സിബിൽ സ്കോറും അതുപോലെ തന്നെ ഇൻകം പ്രൂഫ്, ഇൻകം ഡോക്യുമെൻറ്റ്സോ ITR ഫയലൊക്കെ വേണം. അല്ലാത്തവർക്ക് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തതെന്ന് മെയിൻ സ്പെസിഫിക് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. സ്മാർട്ട് ഫോൺ ആച്ചർ ഫീൽഡൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ IT-ലായിരുന്നു, പിന്നെ ഇപ്പോൾ നമ്മൾ ഫൈനാൻസിലേക്ക് മരുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് JNB.banksupport നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാം. എല്ലാ ഡീറ്റെയിൽസും സംഭവമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ വെബ്സൈറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക ക്രോം തുറന്നിട്ട് അതിൽ JNB.banksupport അടിച്ചാലും മതിയിട്ടാ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, ടെലിഗ്രാം ചാനലും നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ ഞാൻ ലിങ്കുകളും ഡീൽസുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക
പേജ് ഫോളോ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയക്കാട്ടോ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ചെക്കൗട്ട് ചെയ്യാൻ മറക്കേണ്ട ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.